ഇന്നത്തെ തൊഴിൽ വിപണി കൂടുതൽ മത്സരാധിഷ്ഠിതമാകുകയാണ്. എന്നാൽ ഇതുയർത്തുന്ന വെല്ലുവിളികളെ അപ്രതീക്ഷിതമായ വഴികളിലൂടെയാണ് പുതുതലമുറ മറികടക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അധിക സമയമെടുത്ത് പൂർത്തിയാക്കുന്ന അഭിമുഖങ്ങൾ, തൊഴിലുടമയുടെ ഭാഗത്തു നിന്നുള്ള മന്ദഗതിയിലുള്ള പ്രതികരണം, നിയമപ്രക്രിയ വൈകുന്നത് എന്നിവയെല്ലാം ജോലിക്കായി കാത്തിരിക്കുന്നവരിൽ നിരാശയുണ്ടാക്കുന്നു. അതിനെ തുടർന്ന് കരിയർ കാറ്റ് ഫിഷിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രവണതയിലേക്ക് പുതുതലമുറ നീങ്ങുകയാണ് എന്ന് സർവേ വ്യക്തമാക്കുന്നു. ഒരു സ്ഥാപനം തൊഴിൽ വാഗ്ദാനം നൽകിയ ശേഷം ജോലിക്ക് ചേരേണ്ട ആദ്യ ദിനം ജോലിക്ക് ഹാജരാകാത്തതാണ് കരിയർ കാറ്റ് ഫിഷിംഗ് എന്നറിയപ്പെടുന്നത്. ഉദ്യോഗാർത്ഥികളുടെ അപ്രതീക്ഷിതമായ ഈ പെരുമാറ്റം മാനേജർമാരെ കുറച്ചൊന്നുമല്ല വെള്ളം കുടിപ്പിക്കുന്നത്. കോഫി ബാഡ്ജിംഗ്, നിശബ്ദ അവധിക്കാലം തുടങ്ങിയ തന്ത്രങ്ങൾക്കൊപ്പം ജെൻസികളിൽ ഏകദേശം 34% പേരും കൂടുതൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനും വ്യക്തിഗത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമായി ഈ തന്ത്രം സ്വീകരിക്കുന്നതായി പുതിയ പഠനം വ്യക്തമാക്കുന്നു. UK-യിലെ 1000 തൊഴിലാളികളിലാണ് CV ജീനിയസ് എന്ന സ്ഥാപനം സർവേ നടത്തിയത്. യുവതലമുറ തങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി, ഇത്തരം ധീരമായ രീതിയിൽ തെരഞ്ഞെടുക്കുന്നതായി പഠനം വ്യക്തമാക്കുന്നു. അതേസമയം മില്ലേനിയനുകളിൽ, അതായത് 1981-നും 1996-നും ഇടയിൽ ജനിച്ച 24% പേരും ഇതേ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജെൻ എക്സിൽ, അതായത് 1965-നും 1980-നും ഇടയിൽ ജനിച്ചവർ 15% പേരും ബേബി ബൂമേഴ്സ് അഥവാ 1946-നും 1964-നും ഇടയിൽ ജനിച്ചവർ 10% പേരും ഇതേ രീതിയിൽ പെരുമാറുന്നതായി കണ്ടെത്തി. ജെൻസി തലമുറയിൽപ്പെട്ടവരിൽ 38% പേർ ഔദ്യോഗികമായി രാജിവെക്കാതെ ജോലി ഉപേക്ഷിച്ചതായും കണ്ടെത്തി. മില്ലേനിയൽസിൽ 26% പേരും, ജെൻ എക്സിൽ 15% പേരും, ബേബി ബൂമേഴ്സിൽ 10% പേരും സമാനമായ രീതിയിൽ പെരുമാറിയതായും സർവേയിൽ കണ്ടെത്തി. ജെൻസിയിലെ 41% തൊഴിലാളികളിലും തൊഴിലുടമകളെ അറിയിക്കാതെ ഒരേ സമയം ഒന്നിലധികം റിമോട്ട് അഥവാ വീട്ടിലിരുന്നുകൊണ്ടുള്ള ജോലികൾ ചെയ്യുന്നതായും കണ്ടെത്തി. അവരിൽ 44% പേർ കോഫി ബാഡ്ജിംഗ് എന്ന തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് എന്നും സമ്മതിച്ചു. ആദ്യം ഓഫീസിൽ പോയി കാണുകയും പിന്നീട് റിമോട്ട് ജോലിക്ക് പോകുകയും ചെയ്യുന്നതാണ് ഇത്. ഇതിനു പുറമെ 39% ജെൻസി ജീവനക്കാരും മാനേജർമാരോടോ സഹപ്രവർത്തകരോടോ പറയാതെ അവധിയെടുക്കുന്നതായും സമ്മതിക്കുന്നു. ജെൻസികളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായതും മുഴുവൻ സമയവുമുള്ള ജോലി നേടുന്നത് കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2025-ൽ ബിരുദം പൂർത്തിയാക്കുന്നവർ കൂടുതൽ പേർ ജോലിക്ക് അപേക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഹാൻഡ്ഷേക്കിന്റെ പഠനത്തിൽ പറയുന്നു. എങ്കിലും തൊഴിൽ വിപണി കഠിനമായി തുടരുമെന്നാണ് കരുതുന്നത്. ഈ കടുത്ത മത്സരം നിമിത്തം ജെൻസികളെ ആദ്യം ലഭിക്കുന്ന ജോലി ഓഫർ വേഗത്തിൽ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. പിന്നീട് അത് തങ്ങൾക്ക് ഇണങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കുകയും ആദ്യ ദിവസം തന്നെ ജോലിക്ക് ഹാജരാകാതിരിക്കുകയും ചെയ്യുന്നു. കരിയർ കാറ്റ് ഫിഷിംഗ് ഒരു ദ്രുത പരിഹാര മാർഗമാണ് എങ്കിലും ഭാവിയിൽ പ്രത്യാഘാതമുണ്ടായേക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്.